ഇനി നമുക്ക് അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 28 തേർഡ് പ്രോബ്ലം നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം. അവിടെ പറയുന്നത് ഫോർ എൻ അരിത്മെറ്റിക് സീക്വൻസ് വിത്ത് 4 ടൈംസ് വിത്ത് കോൺസിക്യൂട്ടീവ് 4 ടൈംസ് ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടൈം ആൻഡ് ദ സം ഓഫ് മിഡിൽ 2 ടൈംസ് ആർ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. അതായത് 4 പദങ്ങളുള്ള തുടർച്ചയായ 4 പദങ്ങളുടെ ഒരു സമാന്തര ശ്രേണി എടുത്താൽ, അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 4 പദങ്ങൾ എടുത്താൽ അവയിലെ ഒന്നാമത്തെയും നാലാമത്തെയും പദത്തിന്റെ തുകയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പദത്തിന്റെ തുകയും തുല്യമാണ് തെളിയിക്കാനാണ് പറയുന്നത്. നമ്മൾ മുമ്പ് പ്രത്യേകതകൾ കണ്ടതാണ്. ഇവിടെ സംഖ്യകൾ എടുത്ത് നമ്മൾ തെളിയിച്ചാണ്. ഇവിടെ അത് വേരിയബിൾസ് എടുത്ത് പ്രൂവ് ചെയ്യാനാണ് നമ്മൾ പറയുന്നത്. ഏത് സീക്വൻസിലും ഈ ഒരു പ്രത്യേകത കാണാം എന്ന് പറയുമ്പോൾ സംഖ്യകൾക്ക് പകരം വേരിയബിൾസ് എടുത്തിട്ട് ചെയ്യാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ നമ്മുടെ തുടർച്ചയായിട്ടുള്ള ഏതെങ്കിലും ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ തുടർച്ചയായിട്ടുള്ള 4 പദങ്ങളാണ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ ഞാൻ ഫസ്റ്റ് ടേമിന് എക്സ് എന്നും കോമൺ ഡിഫറൻസിന് ഡി എന്നും എടുത്താൽ ഫസ്റ്റ് ടേം നമുക്ക് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ തുകയും കോമൺ ഡിഫറൻസ് ഡി എന്ന് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം ആയിട്ട് വരുന്നത് എക്സ് പ്ലസ് ഡി ആയിരിക്കും. തുടർന്ന് മൂന്നാമത്തെ ടേം ആയിട്ട് വരുന്നത് എക്സ് പ്ലസ് 2ഡിയും ഫോർത്ത് ടേം ആയിട്ട് വരുന്നത് എക്സ് പ്ലസ് 3ഡിയും ആയിരിക്കും അല്ലെ. ഇതേ രീതിയിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ 4 ടേമുകളെ എക്സും ഡിയും വെച്ച് ഇതേ രീതിയിൽ സൂചിപ്പിക്കാം. ഇവിടെ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറയുന്നത് ഇതില് ആദ്യത്തെയും നാലാമത്തെയും ടേമിന്റെ തുകയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പദങ്ങളുടെ തുകയും തുല്യമാണെന്ന് തെളിയിക്കാനാണ് നമ്മളോട് പറയുന്നത്. അതായത് ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ മുമ്പേ ചെയ്ത് തന്നെയാണ്. ഇതിന്റെ തുക എന്ന് കണ്ടു നോക്കാം. ഇവിടെ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ഫോർത്ത് ടേം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെയും നാലാമത്തെയും തുക എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 3d. ഇത് ഒന്നാമത്തെ, ഇത് നാലാമത്തെ. അപ്പൊ ഇവിടെ പൊതുവായി വരുന്ന എക്സുകളെ കൂട്ടിയാൽ 2x plus 3d നമുക്ക് കിട്ടും. ഇനി നടുവിൽ വരുന്ന 2 പദങ്ങളുടെ തുക കണ്ടാലോ. നടുവിൽ നടുവിലെ 2 പദങ്ങള് എക്സ് പ്ലസ് ഡിയും എക്സ് പ്ലസ് 2ഡിയും ആണ്. ഇവിടെ ഒരേപോലെയുള്ള എക്സുകൾ രണ്ടും കൂട്ടിയാൽ 2x എന്നും ഡികള് ഡി പ്ലസ് 2d 3d എന്ന്. അതായത് ഒന്നാമത്തെയും നാലാമത്തെയും പദത്തിന്റെയും തുക 2x plus 3d ആണ്. മിഡിലിൽ വരുന്ന 2 ടേമിന്റെ തുകയും 2x plus 3d ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പേജ് നമ്പർ 28 അരിത്മെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 28 6th പ്രോബ്ലം, 6ാമത്തെ പ്രോബ്ലം നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ പ്രോബ്ലംസിലെല്ലാം നമ്മൾ പരിചയപ്പെടുന്ന ആ ഒരു 5 പെയറിന്റെ 5 ടൈംസിന്റെ സമ്മ്, അല്ലെങ്കിൽ 9 ടൈംസിന്റെ സമ്മ്, അല്ലെങ്കിൽ പെയർ ചെയ്ത് വരുന്ന ആ ടേംസ്, ഇതിന്റെ പ്രത്യേകതകൾ അടങ്ങിയ പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ 6th പ്രോബ്ലത്തിൽ പറയുന്നത് the sum of first 5 times of an arithmetic sequence is 150 and sum of first 10 times of this arithmetic sequence is 550. Form the arithmetic sequence, find the algebraic expression എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ അവിടെ വരുന്നത്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ 5 പദങ്ങളുടെ, ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്, 10 പദങ്ങളുടെ തുക 550 ആണ്. ശ്രേണി രൂപീകരിക്കുക, ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടെത്തുക. അപ്പോ ഇതിന് തന്നെ ഞാൻ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ 2-3 തരത്തിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2-3 തരത്തിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോ ഒരു ആദ്യത്തെ ആശയത്തിലേക്ക് പോവുകയാണെങ്കിൽ സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് 150, അല്ലെങ്കിൽ ആദ്യ 5 പദങ്ങളുടെ തുക 150 എന്നുള്ള ആശയത്തിൽ നിന്ന് അതിന്റെ മിഡിൽ ടൈം ആയിട്ടുള്ള ഈ സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങളുടെ മിഡിൽ ടൈം അല്ലെങ്കിൽ മധ്യപദമായിട്ടുള്ള തേർഡ് ടൈം, ഞാൻ ഡാഷ് ഇട്ടിട്ട് എഴുതി ആ രീതിയിലൊന്നും എഴുതുന്നില്ല, കുറച്ചുകൂടി നേരിട്ട് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. 150 അല്ലെങ്കിൽ 150 ഡിവൈഡഡ് ബൈ 5 30 എന്ന് കിട്ടുന്നു. അപ്പോ ആദ്യ 5 പദങ്ങളുടെ തുക 150 വരണം എന്നുണ്ടെങ്കിൽ അതിന്റെ മധ്യപദം, അല്ലെങ്കിൽ ഈ സീക്വൻസിന്റെ തേർഡ് ടൈം എന്ന് പറയുന്നത് 30 ആയിരിക്കണം. എന്നാൽ മാത്രമാണ് ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 കിട്ടുന്നത്. ഇനി നമുക്ക് 10 പദങ്ങളുടെ തുകയാണ് പറയുന്നത്. അതിനെ നമുക്ക് പെയറിംഗ് എന്നുള്ള ആശയത്തിൽ കൂടെ പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് ഇവിടെ വേറെ രീതി കൂടെ ആലോചിച്ച് നോക്കാം. ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150 ആണ്.
ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 എന്ന് പറഞ്ഞാൽ രണ്ടാമത് വരുന്ന 5 പദങ്ങൾ, അതായത് അഞ്ചാമത്തെ പദത്തിന് ശേഷം വരുന്ന 6, 7, 8, 9, 10 എന്ന ടേംസിന്റെ ആ 5 പദങ്ങളുടെ തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാസ്റ്റ് സം ഓഫ് ലാസ്റ്റ് 5 ടേംസ് എന്ന് പറയുന്നത് 550 മൈനസ് 150 ഈക്വൽ ടു 400. ഇവിടെ ഒന്നുമില്ല, ഒരു ലോജിക്ക് മാത്രമേ ഉള്ളൂ. ആദ്യ 5 പദങ്ങളുടെ തുക 150 ആണ്, മൊത്തം 10 പദങ്ങളുടെ തുക 550 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 5 പദങ്ങളുടെ തുകയും രണ്ടാമത്തെ 5 പദങ്ങളുടെ തുകയാണ് 550. അപ്പൊ രണ്ടാമത്തെ 5 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ ഈ 550 ആദ്യത്തെ 5 പദത്തിന്റെ തുകയായിട്ടുള്ള 150 കുറച്ചാൽ കിട്ടുന്ന 400 ആണ്. അപ്പൊ ഇവിടെ നമുക്ക് അടുത്തൊരു കൺക്ലൂഷൻ കിട്ടി. സം ഓഫ് ലാസ്റ്റ് 5 ടൈംസ്, അല്ലെങ്കിൽ 5 മുതൽ 5 ശേഷം വരുന്ന 5 പദങ്ങളുടെ തുക 400 എന്ന് കിട്ടി. ഇനി 5 ശേഷം 10 വരെ വരുന്ന ആ ടേംസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ, അതായത് 10 ടേംസിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ സീക്വൻസിലെ 8th ടേം ആണ്. 5 മുതൽ 5 ശേഷം വരുന്ന 5 ടേംസിന്റെ, അതായത് 6, 7, 8, 9, 10 എന്നുള്ള ടേംസിന്റെ മിഡിൽ ടേം എന്ന് പറയുന്നത് 8th ടേം ആണ്. ആ 5 പദങ്ങളുടെ തുക 400 എന്നുള്ളതെന്നും 8th ടേം എന്ന് പറയുന്നത് 400/5 80 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇവിടെ ഈ 10 പദങ്ങൾ അടങ്ങുന്ന ഈ ശ്രേണിയിലെ 2 പദങ്ങൾ നമ്മൾ തീരുമാനിച്ചു. തേർഡ് ടേം 30 ആണ്, 8th ടേം 80 ആണ്. അപ്പൊ 2 ടേംസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് എങ്ങനെ ആലോചിക്കാം? തേർഡ് ടേമിന്ന് 8th ടേമിലേക്ക് എത്താൻ 5 കോമൺ ഡിഫറൻസുകളാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്, അല്ലെങ്കിൽ 5d ഈക്വൽ ടു 80 അല്ലെങ്കിൽ 80 മൈനസ് 30 സമം 50 എന്നെടുക്കാം. അതിൽ നിന്നും d സമം 50/5 സമം 10 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് 10 നമുക്ക് കിട്ടി. അതിന്റെ 2 ടേംസുകൾ നമുക്കറിയാം. അപ്പോൾ ബാക്കി ടേംസുകളും അതിന്റെ nth ടേം നമുക്ക് കണ്ടെത്താവുന്നതാണ്. അത് നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തും. ഇനി ഇതേ ഒരു പ്രോബ്ലത്തിന് നമുക്ക് വേറൊരു തരത്തിൽ ചെയ്യാം. ഞാൻ പല ക്ലാസ്സുകളിൽ ഞങ്ങൾ പറയാറുണ്ട്, ഈ ഗണിതശാസ്ത്രം അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയുന്ന അധ്യായത്തിലെ ഓരോ ചോദ്യത്തിനും ഓരോ ടീച്ചേഴ്സും വ്യത്യസ്ത തരത്തിലാണ് ആൻസർ ചെയ്യുന്നത്. ഇപ്പൊ വിക്ടേഴ്സിൽ നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു ചോദ്യത്തിന് ഈ രീതിയിലായിക്കോണമെന്നില്ല ആൻസർ ചെയ്യുന്നത്, വേറൊരു ഭാഷ ചെയ്യുകയാണെങ്കിൽ വേറൊരു തരത്തിലാവാം. അപ്പൊ ഇതേ ചോദ്യത്തിന് നമുക്ക് തന്നെ വേറൊരു തരത്തിൽ തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് 5 പദങ്ങളുടെ തുക 150 എന്നുള്ളത് മൂന്നാമത്തെ പദം 30 ആണ് നമുക്ക് കിട്ടി. കൂടാതെ 10 പദങ്ങളുടെ തുക 550 എന്നതിൽ നിന്നും ഒരു പെയറിന്റെ, അതായത് നമ്മൾ 10 പദങ്ങളെ ഗ്രൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യാറുള്ളത് ഒന്നാമത്തെ പദം എടുത്തു, 10ാമത്തെ പദം എടുത്തു, അതായത് പദസ്ഥാനങ്ങൾ തുല്യമാകുന്ന പദസ്ഥാനങ്ങളുടെ തുക തുല്യമാവുന്ന രീതിയിലാണ് നമ്മൾ പെയർ ചെയ്യാറുള്ളത്. അപ്പോ ഏറ്റവും ആദ്യത്തെ 1ാമത്തെ എടുത്തു, ഏറ്റവും അവസാനത്തെ 10ാമത്തെ എടുത്തു. അതേപോലെ രണ്ടാമത്തെയും അവസാനത്തിന്റെ തൊട്ട് മുന്നേ ഉള്ളത്, അതായത് രണ്ടാമത്തെ 9ാമത്തെ, ആ രീതിയിൽ പെയർ ചെയ്താൽ ആ പെയറിന്റെ അല്ലെങ്കിൽ ആ ജോഡികളുടെ ഒക്കെ തുക തുല്യമാവുന്ന നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ 10 പദങ്ങളുടെ കാര്യത്തില് ആ തുകകൾ തുല്യമാവുന്നത് ഏതൊക്കെയാണ്? 1ന്റെയും 10ന്റെയും തുക തുല്യാണ്. രണ്ടാമത്തെയും 9ാമത്തെയും പദങ്ങളുടെ തുക ഇതേ സംഖ്യ തന്നെയാവും. 3ന്റെയും 8ന്റെയും, മൂന്നാമത്തെ പദത്തിന്റെ 8ാമത്തെ പദത്തിന്റെയും തുക ഇവിടെ കിട്ടിയ അതേ സംഖ്യ തന്നെയാവും. 4ാമത്തെയും 7ാമത്തെയും പിന്നെ 5ാമത്തെയും 6ാമത്തെയും പദങ്ങളുടെ തുകയും തുല്യമാണ്. അപ്പൊ ഇതേ ജോഡികളുടെയൊക്കെ തുക തുല്യമാവുന്ന രീതിയിലാണ് ഏത് സമാന്തര ശ്രേണിയിലും വരും എന്ന് നമ്മൾ കണ്ടെത്തിയിരിക്കും. അപ്പൊ ഇവിടെ ജോഡികളുടെ തുക തുല്യമാവുന്നത് 3ാമത്തെയും 8ാമത്തെയും ജോഡിയുടെ തുക തുല്യമാവണം. ഇനി ഈ 10 പദങ്ങളുടെ തുക 550 എന്നുള്ള ആശയത്തിൽ നിന്നും ഒരു ജോഡി അല്ലെങ്കിൽ ആദ്യത്തെയും 10ാമത്തെയും കൂട്ടിയാൽ എത്ര കിട്ടും നമുക്ക് ആലോചിക്കാം. ഇവിടെ 10 പദങ്ങളായതുകൊണ്ട് തന്നെ 5 ജോഡികൾ ഉണ്ടാവും. അപ്പൊ ഒരു ജോഡി പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ആകെ തുകയായിട്ടുള്ള 550നെ ജോഡികളുടെ എണ്ണമായിട്ടുള്ള 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന 110 ആയിരിക്കും. അപ്പോ
ഒരു ജോഡിയുടെ തുക 110 വരുന്ന 5 ജോഡികൾ ഉണ്ടാവും. അപ്പൊ തുക 550 വരും. ഇനി ഇവിടെ ഈ ആശയത്തിന് ഒന്നാമത്തെയും പത്താമത്തിന്റെയും തുക 110 ആണ്. രണ്ടിന്റെയും 9ന്റെയും രണ്ടാമത്തെ പദത്തിന്റെയും 9ാമത്തെ പദത്തിന്റെയും തുക 110 ആണ്. മൂന്നാമത്തെയും 8ാമത്തെയും പദത്തിന്റെ തുക 110 ആണെന്ന് കിട്ടി. ഈ ആശയത്തിന് നമുക്ക് നേരിട്ട് 8ാമത്തെ പദത്തിലേക്ക് എത്തിക്കൂടെ? ഇവിടെ നോക്കൂ, മൂന്നാമത്തെ പദം 30 ആണ്. മൂന്നാമത്തെയും 8ാമത്തെയും പദത്തിന്റെ തുക 110 ആണ് എന്ന് പറഞ്ഞാൽ 8ാമത്തെ പദം അല്ലെങ്കിൽ 8th ടേം എന്ന് പറയുന്നത് ജോഡിയുടെ തുകയായിട്ടുള്ള 110ൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള 30 കുറച്ചാൽ കിട്ടുന്ന 80 ആയിരിക്കും അതിന്റെ 8ാമത്തെ പദം അല്ലെങ്കിൽ 8th ടേം നമുക്ക് കിട്ടും. ഇതേ ആശയം തന്നെയാണ് നമ്മള് 550 150 കുറച്ചിട്ട് 400 എന്നുള്ള രീതി കൂടെ നമ്മൾ കണ്ടെത്തിയത്. അപ്പോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കൂടെ നമുക്ക് 8th ടേം കണ്ടെത്താം. ഇനിയും വേറെ രീതികൾ ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും. ഫോർമുല രീതികൾ നമുക്കിവിടെ കൂടുതലായിട്ട് ചെയ്യാതിരിക്കണം നല്ലത്. കാരണം അത്തരം ആശയങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ നമ്മുടെ പരീക്ഷകൾക്കോ കൂടുതലായിട്ട് കാണുന്നില്ല. ഇനി ഇതിൽ നിങ്ങൾ സബ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വ്യക്തമായിട്ട് ഈ ഒരു ആശയത്തിൽ കൂടെയാണ് പോകേണ്ടത് എന്നുള്ള സൂചനകൾ അതിലുണ്ടാവും. കാരണം അതിലെ സബ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ തേർഡ് ടൈം ഓഫ് ദ സീക്വൻസ് എന്നാണ്. സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ 8th ടൈം എന്നാണ്. അപ്പോ ആ മിഡിൽ ടൈം എന്നുള്ളത് ഐഡിയയിൽ കൂടെ പോകണം എന്നുള്ള കൃത്യമായിട്ടുള്ള സൂചനകളാണ് ആ ക്വസ്റ്റ്യനിൽ തന്നെ കാണുന്നത്. അപ്പൊ ഇതേ രീതിയിൽ കൂടെ മിഡിൽ ടൈം എന്നുള്ള ഒരു ഐഡിയ കൂടെ പോയി പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ആശയങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ചോദ്യം ഹോംവർക്ക് ആയിട്ട് തരാം. ഇതിപ്പോ അതായത് ദിവസം തന്നെ ചെയ്തു പോകുന്ന രീതിയാണ് നമുക്ക് നല്ലത്. ഇന്നിപ്പോ നമ്മളൊരു പ്രോബ്ലം ഇവിടെ അതിന്റെ ചില സൂചനകൾ തരാം. കൂടാതെ ഇതിന്റെ താഴെ തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഒരു 4-5 ചോദ്യങ്ങൾ തരുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് ടീച്ചറാണോ കണക്കെടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മാത്സ് ടീച്ചേഴ്സിന് അതിന്റെ ആൻസർ പോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമുക്കൊരു കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസിന്റെ ചില ക്ലൂകൾ തരാം. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. കഴിഞ്ഞതിൽ നമ്മൾ ആ മാജിക് സ്ക്വയർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇപ്പൊ 2020 SLCക്ക് വന്ന ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാം. അവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മതി. പേജ് നമ്പർ 22 പേജ് നമ്പർ 5 ക്വസ്റ്റ്യൻ നമ്പർ 22. അവിടെ പറയുന്നത് the sum of first 4 times of an arithmetic sequence is 72 and sum of first 9 times is also 72. What is the 5th time of the sequence? Find the sum of first 5 times. Write the sequence എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ നോക്കിയാൽ തന്നെ നമുക്ക് ഏത് മെത്തേഡ് ഏത് അപ്രോച്ചിലാണ് നമ്മൾ പോകേണ്ടതെന്ന് വളരെ ക്ലിയർ ആണ്. അവിടെ സബ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി. വാട്ട് ഈസ് ദ ഫിഫ്ത്ത് ടൈം ഓഫ് ദ സീക്വൻസ് എന്നാണ് ആദ്യം പറയുന്നത്. അപ്പോ അതിന്റെ ഒരു ക്ലൂ ആണ് അവിടെ തന്നിട്ടുള്ളത്. ഇനി വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ്. അപ്പൊ 5th ടൈം ചോദിച്ചിട്ട് സം ഓഫ് ഫസ്റ്റ് 5 ടൈംസ് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് ചെറിയ കൺഫ്യൂഷൻ വരുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ തോന്നാം. കാരണം സം ഓഫ് ഫസ്റ്റ് 4 ടൈംസും 72 ആണ്. സം ഓഫ് ഫസ്റ്റ് 9 ടൈംസും 72 ആണ്. ഇവിടെ ഈ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്കാണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ 4 പദങ്ങളുടെ തുക നമുക്കതിനെ S4 എന്ന് സൂചിപ്പിച്ചാൽ 72 ആണ്. ഇതേ ശ്രേണിയിലെ ആദ്യത്തെ 9 പദങ്ങളുടെ തുകയും 72 തന്നെയാണ്. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങള്. വാട്ട് ഈസ് ദ 5th ടൈം അല്ലെങ്കിൽ 5ാമത്തെ പദം എത്ര, ആദ്യ 5 പദങ്ങളുടെ തുക എത്ര, ശ്രേണി രൂപീകരിക്കുക. അപ്പോ കഴിഞ്ഞ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ 2 പ്രാവശ്യം കേട്ടിട്ടോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ സ്വന്തമായിട്ട് എഴുതുക. അത് വീണ്ടും എഴുതി അവിടെ ഡിസ്പ്ലേ ചെയ്യാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോ 4 പദങ്ങളുടെ തുകയും 9 പദങ്ങളുടെ തുകയും 72 ആണ്. ആ സീക്വൻസ് ഫോം ചെയ്യുക, 5 പദങ്ങളുടെ തുക കാണുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ 5th ടൈം ഓഫ് ദ സീക്വൻസ് എന്നാണ്. അപ്പോ ഈ 9 പദങ്ങളുടെ തുക 72 എന്നുള്ളത് കൊണ്ട് തന്നെ 9 പദങ്ങളുടെ കാര്യത്തിൽ മധ്യപദമായിട്ട് വരുന്നത് അല്ലെങ്കിൽ 9 ടൈംസിന്റെ മിഡിൽ ടൈം എന്ന് പറയുന്നത് 5th ടൈം ആണ്. അപ്പോ ഈ ഒരു ആശയത്തിൽ നമുക്ക് 5th ടൈം കണ്ടെത്താവുന്നതാണ്. ഇനി സം ഓഫ് ഫസ്റ്റ് 4 ടൈംസ് 72 എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ 4 പദങ്ങളുടെ തുക 72 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും ജോഡികൾ എന്നുള്ള അല്ലെങ്കിൽ പെയേഴ്സ് എന്നുള്ള ഒരു ആശയത്തിൽ കൂടെ ഇവിടെ 2 പെയേഴ്സ് ആണ് വരുന്നത്.
ആ ഓരോ പെയറിന്റെ സം എന്ന് പറയുന്നത് 72ന്റെ പകുതിയായിട്ടുള്ള 36 ആണെന്ന് നമുക്ക് കിട്ടും. ഈ രണ്ടാശയങ്ങളിൽ നിന്നും അഞ്ചാമത്തെ ടേം 72/9 എന്നുള്ള ആശയത്തിൽ നിന്നും ഇതിലൊരു പെയറിന്റെ സം 36 എന്നുള്ള ആശയത്തിൽ നിന്നും നമുക്ക് സീക്വൻസുകളെ രണ്ട് സീക്വൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനും തുടർന്ന് ആ സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യാനും nth ടേം കണ്ടെത്താനും നമുക്ക് പറ്റും. അപ്പൊ നിങ്ങൾ ഈ ഒരു ആശയത്തെ കൂടെ തുടർന്ന് പോയിട്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യും.